അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ് എന്ന് കേൾക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നമ്മൾ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വളരെയധികം നമുക്ക് ഫീൽ ചെയ്ത വിഷയങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയും, അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ വെറുതെ ആലോചിച്ച് കൂട്ടുന്നതായിരിക്കും. ഇത്തരം വാചകങ്ങൾ, സെന്റൻസുകൾ കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കാം. ഇത് പറയുന്ന ആളുകൾ ചിലപ്പോ അവർക്ക് 100% ഉറപ്പുണ്ടാവാം അത് തോന്നലല്ല എന്നുള്ളത്, അല്ലെങ്കിൽ 100% ഉറപ്പോടുകൂടി നമ്മളെ സമാധാനിപ്പിക്കാൻ പറയുന്നതായിരിക്കും. രണ്ടായാലും ഒരാളുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ അപ്പോ ഒരു പ്രശ്നവുമില്ല, എല്ലാം നിന്റെ തോന്നലാണ് എന്ന് നമ്മൾ തിരിച്ച് ഒരാളോട് ഉത്തരം കൊടുക്കുമ്പോൾ പിന്നെയും അയാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫീലിങ്സ്, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്, കാരണം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയാണെന്നല്ലേ പറയുന്നത്, അപ്പൊ ശരിക്കും എന്തെങ്കിലും വിഷയം ഇല്ലാണ്ടായിരിക്കുമല്ലോ എന്ന്. അപ്പൊ സത്യത്തില് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതായിരിക്കാം നമ്മൾ പറയുന്നത്. അത് അങ്ങനെയല്ല ഫീൽ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെ അങ്ങനെയല്ല നിങ്ങളത് ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റണമെങ്കിൽ അയാൾ നമ്മുടെ സ്ഥാനത്തായിരിക്കണം നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്ത് ഒരാൾക്ക് നിൽക്കാനാവില്ല. നമുക്ക് നമ്മളായിട്ടും അവർക്ക് അവരായിട്ടേ നിൽക്കാൻ കഴിയും. നമ്മളൊരു മരണ വീട്ടിൽ പോയിട്ട് ആളുകളെ സമാധാനിപ്പിക്കാൻ, കരയരുതെന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. പക്ഷെ ഈ മരണ വീട്ടില് പോയ ആളുകളുടെ വീട്ടിലൊരു മരണം സംഭവിക്കുമ്പോ അയാൾ കരയണോ അല്ലെങ്കിൽ അയാൾ ചിരിക്കണോ, അയാള് നിസ്സംഗമായി നിൽക്കണോ എന്നുള്ളതൊക്കെ അയാളുടെ മാത്രം ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ ഒരാളോട് ഒരു പ്രയാസം പറയുമ്പോൾ ഒരിക്കലും അത് നിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടില്ല എന്നെങ്കിലും മിനിമം കേൾക്കുന്നവര് മനസ്സിലാക്കണം. അത് തോന്നലല്ല, വാട്ട് വി ഫെൽറ്റ് ഓർ വാട്ട് ഐ ഫെൽറ്റ് ഓർ വാട്ട് യു ഫെൽറ്റ്, ആ പോയിന്റിലാണ് അതിന്റെ സത്യാവസ്ഥ ഉള്ളത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ ലോകത്തൊരാൾക്കും അധികാരമില്ല. നമ്മൾ അങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ട് നമ്മൾ അതിന് ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ വിഷമം പങ്കിടുന്നു. അപ്പൊ ആ പങ്കിടലിൽ അത് അങ്ങനെയല്ല എന്നല്ല നമ്മൾ അവരോട് പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത്. പൊതുവെ ഈ ഒരു കാര്യത്തില് വിഷമം പറയുന്ന ആളുകൾ, കൗൺസിലേഴ്സ് പോലും ഈവൺ സംടൈംസ് ദേ വിൽ ടോക്ക് ലൈക്ക് ദിസ്, ദാറ്റ് മേ ബി നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം. ഈവൻ നമ്മുടെ മനസ്സിന് ഒരുപാട് ഹലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആ മൊമെന്റില് അയാൾക്ക് കിട്ടുന്നത് എന്തായാലും സമാധാനമല്ല. നിങ്ങളത് ആലോചിച്ച് കൂട്ടുകയാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് സമാധാനമല്ല. അപ്പൊ നമ്മളൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു റിലേറ്റീവിനെ നമ്മൾ സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നതാണ് കുഴപ്പം, നിങ്ങളുടേതാണ് എന്ന് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്.